ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാടുകളിൽ മത്തീന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. ഇന്ന് കുറച്ച് നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലയൊക്കെ ചേർത്ത് നമ്മൾ വറുക്കാനായിട്ട് സെറ്റായിട്ട് വെക്കുവാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് തനി നാടൻ മത്തിക്കറി വയ്ക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത തനി നാടൻ മത്തിക്കറിയാണ് വെക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് മത്തിക്കറി വെക്കാറ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ കറിയാണ്. ചട്ടി വെച്ചു. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുനുകുന അരിഞ്ഞ കുറച്ച് കൊച്ചുള്ളിയും കുനുകുന അരിഞ്ഞ കുറച്ച് ഇഞ്ചിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒരു വേവാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? മസാലകൾ ഇട്ട് കൊടുക്കണം. അത് എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും കറി വെക്കാറ്. എന്തോ എനിക്കറിയില്ല, ഞാൻ പേഴ്സണലി എനിക്കിഷ്ടം ഇങ്ങനെ വെക്കാനാണ്. വടക്കമ്പളി ഇട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. വടക്കമ്പളി ഇടുന്ന കറി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ഗൈസ്. തലേന്നത്തെ മീൻകറി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. തലേന്നത്തെ മീൻകറിയും കുറച്ച് കപ്പയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ പഴയ ട്രെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും തലേന്നത്തെ ചോറ് വെച്ചിരുന്ന് പഴങ്കഞ്ഞിയാക്കി കുടിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയല്ലേ ഗായ്സ്. അപ്പോൾ തലേന്നത്തെ മീൻകറിയും അതുപോലെ തന്നെ സൂപ്പറാണ്. നമുക്ക് ചട്ടിയൊക്കെ വെച്ചു, മസാലാസൊക്കെ ചേർത്തു, നമ്മൾ പൊടികളൊക്കെ ചേർത്തു. ഇനി അതിലേക്ക് വടക്കമ്പളി ഇട്ടു, മീനും പറക്കിയിട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ് ഗായ്സ്. നല്ല സൂപ്പർ നാടൻ മത്തിക്കറിയാണ് ഗൈസ്, സൂപ്പറാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം കുരുമുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മത്തി നമ്മൾ വറുത്തു ഗൈസ്. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അടുത്തൊരു വീഡിയോയിൽ എന്തായാലും നമ്മൾ എല്ലാം കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മത്തി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് ചോറിടാം. കുറച്ച് ചോറിട്ടു, മീൻകറി ഒഴിച്ചു, 2 മത്തി വറുത്തതും വെച്ചു, 2 ഉള്ളി എടുത്ത് വെച്ചു. വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.